നോ ഹലാൽ സ്വപ്നങ്ങൾ അവസാനിച്ചു. നോ ഹലാൽ നോട്ട് അഗെയിൻ. നോ ഹലാൽ ഇനിയും നോ ഹലാൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഒറ്റ നോ ഹലാലിൻ്റെ എല്ലാ നോ ഹലാലും അവസാനിച്ചു കിട്ടി. ഇവിടെ ഒരു ചോദ്യം വളരെ ബുദ്ധിപൂർവം, വലിയ ബുദ്ധിയാണല്ലോ സംഘികൾക്ക്, ഹിന്ദുത്വവാദികൾക്ക്. പിന്നെ നമ്മുടെ ടീച്ചർ, പേര് പറയുന്നില്ല, കാരണം കാര്യം പറയാൻ അറിയാത്തവരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ പച്ചത്തറിയെ പറയാം. എന്നിട്ട് പിന്നെ സംഖ്യകൾ വിളിച്ചു പറയും, കിട്ടിയില്ലേ മതിയാവണം, കിട്ടിയില്ലെന്നു. പച്ചത്തറി ആർക്കാ പറയാൻ പറ്റാത്തത്? എല്ലാ വാക്കുകളും മറച്ചിട്ട പച്ചത്തറി അത്രയേ ഉള്ളൂ. ഏതാ വലിയൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അമുസ്ലിങ്ങളായിരുന്ന ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഹലാലാക്കിയ ഭക്ഷണം മുസ്ലിങ്ങൾ കഴിക്കുമോ എന്നാണ് ചോദ്യം. ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിമായിട്ടുള്ള ആൾ, ഒരു നായർ, ഇക്കണ്ടൻ നായർ കുളിച്ച് വൃത്തിയായിട്ട് ഭസ്മം തൊല്ലി കുറി വരച്ച് പൂണൂലില്ലല്ലോ, അതൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയിട്ട് കുളിച്ച് നനഞ്ഞ തോർത്തുകൊണ്ടോടുകൂടി കോണത്തോടുകൂടി വന്ന് എല്ലായിടത്തും എല്ലാം വാരിപ്പൂശി ബിസ്മി ചൊല്ലി മിനുസമുള്ള കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇവർ പറയുന്നതാണ് അമുസ്ലിം ബിസ്മി ചൊല്ലിയിട്ട്. എന്തിനാ അമുസ്ലിം ബിസ്മി ചൊല്ലണത്? ബിസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപകമായിട്ടൊരു അർത്ഥത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പരമകാരുണികനായിട്ടുള്ള ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ഒന്നുകൂടി വ്യക്തമായിട്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് യജ്ഞശിഷ്ടം ഭുജിക്കുന്നു. ദൈവം തരുന്ന ആദ്യം ദൈവത്തിന് സമർപ്പിക്കുന്നു, അതിനുശേഷം അടിമകൾ ഭുജിക്കുന്നു. എല്ലാം മഹാ തമ്പുരാന് കൊടുത്തുകൊണ്ട് അതിൻ്റെ ബാക്കി. അതാണ് സങ്കല്പം, അതാണ് ഹലാൽ സങ്കല്പം. അത് ഖുർആനിൽ പറഞ്ഞ കാര്യമാണത്. അത് ചെയ്യേണ്ടത് മുസ്ലിങ്ങളാണത്. അത് അമുസ്ലിങ്ങളല്ല ചെയ്യേണ്ടത്. ആയതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന ചോദ്യത്തിന് അത് നിരർത്ഥകമായിട്ടുള്ള ചോദ്യമാണ് വാസ്തവത്തിൽ. അത് ഞാനാണ് മുസ്ലിം ചോടണം മറുപടി, ഞാൻ കഴിക്കില്ല. മുസ്ലിം അല്ലാത്തവൻ ഹിന്ദുവിന്റെ ദൈവത്തിന് സമർപ്പിച്ചത് തരട്ടെ, ഞാൻ കഴിക്കാം. അല്ലെങ്കിൽ ഹിന്ദുവിന് സമർപ്പിച്ച് എനിക്ക് തരേണ്ട ആവശ്യമില്ല. ഹിന്ദുവിന്റെ ദൈവത്തിന് സമർപ്പിച്ചത് അവരവരുടെ ആൾക്കാർക്ക് കൊടുക്കട്ടെ, കാര്യം കഴിഞ്ഞില്ലേ? ഒരു ഹിന്ദു വന്ന് അള്ളാഹുവിന് സമർപ്പിച്ചത്, അതിനുള്ള ഹലാൽ എന്ന് പറയുന്നത്, ആ പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു അശ്ലീലത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതാണ് ചോദ്യം, ഇത് മുസ്ലിം കഴിക്കുമോ എന്ന അല്പത്തരമാർന്ന ചോദ്യം എന്ന് ആലോചിച്ച് നോക്കും. ഹലാലായിട്ട് ആഹാരം ഉണ്ടാക്കുന്നു, അവർ പറയുന്ന ഞരമ്പുകൾ മുറിച്ച് ചോര വാറ്റിക്കളയുന്നു, ശുദ്ധമായി വസ്ത്രം ധരിച്ച് ബിസ്മി ചൊല്ലി. പക്ഷെ ആ മുസ്ലിം അത് മുസ്ലിം കഴിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തെയാണ് നിരർത്ഥകം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തത്. കാരണം കാലാകാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ ഇറച്ചി മീനെന്നല്ല എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും അവരുടെ എല്ലാ പ്രവൃത്തികളും ഹലാലായിട്ടാണ്. അതിന് ഹലാൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഉപയോഗിക്കുന്നത് ശുദ്ധം, അനുവദനീയം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ അതിന് കൊടുക്കേണ്ടതുള്ളൂ. അതിനാണ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ചും മാംസ ഭക്ഷണം അത് ചെയ്യുന്ന സമയത്ത് അവരത് ഹലാലാക്കിയിട്ട് തല്ലിക്കൊന്നതോ വെട്ടിക്കൊന്നതോ ചത്തു ചീഞ്ഞതോ തമിഴ്നാട്ടിൽ നിന്ന് ആസനദ്വാരത്തെ കൂടെ ചോരയും ചലവും ഒഴുകി വരുന്നതോ ആഹാരം കിട്ടാതെ പട്ടികളും ചത്തതായിട്ടുള്ള സാധനങ്ങളല്ലാത്തത് അതിനെ അതിൻ്റെതായിട്ടുള്ള മാർഗത്തിലും രൂപത്തിലും ബിസ്മി ചൊല്ലിയിട്ട് അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് മാംസാഹാരം. ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെയല്ല, വീടുകളിൽ മാത്രം പോരാ. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കോഴിക്കോട് കാണുന്നത്, എൻ്റെ ഒരു ബന്ധു എന്നെ കോഴിക്കോട് കാറിൽ കൊണ്ടുപോകുന്നത് എന്തോ കല്യാണത്തിൻ്റെ എന്തോ മറ്റോ അത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ ഞാൻ എത്ര 8-ലോ 9-ലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആ തൃശ്ശൂർ ടാവട്ടത്തിലാണ് കിടന്ന് കറങ്ങിയിരുന്നത്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ ഏത് കുട്ടികളാണ് ലോകം ചുറ്റാത്തത്? അപ്പോൾ അവരുടെ നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യാപന പ്രോഗ്രാം വളരെ കൂടിക്കഴിഞ്ഞു. ഇന്ന് വളരെ വലിയ രീതിയിൽ യാത്രകളുണ്ട്. ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതിനനുസരിച്ചുള്ള ഹോട്ടൽ അവർ തേടി നടക്കും. ഹലാൽ എന്നുള്ള ബോർഡ് വെച്ച കാര്യം കഴിഞ്ഞു.
അത് കേട്ട കാര്യം കഴിഞ്ഞു. അവിടെ ഹലാലായിട്ടുള്ള ഭക്ഷണം കിട്ടും. ആരായി ഹലാലായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങളാണ്. അപ്പോൾ അവിടെ പോയിട്ട് കണ്ണടച്ചുകൊണ്ട് പറയാം, പത്തിരി കൊണ്ടുപോവാ, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുപോകാന്ന് പറയാൻ പറ്റും. ഈ ഹലാൽ ഹോട്ടലിൽ അവിടെ കയറിയിട്ട് ഒരു ചിക്കൻ ബിരിയാണി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ പറയണത്? ഇതൊരു ഹിന്ദുവിൻ്റെ ഹോട്ടലാണെന്ന് അറിയില്ല എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലോ. അതുകൊണ്ട് ഹലാൽ ഹോട്ടൽ അവിടെ വയ്ക്കുന്നതുകൊണ്ട് അവർക്കതൊരു സൗകര്യം. ഇനി വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അവർ ഉടുപ്പി ഹോട്ടൽ തേടി നടക്കട്ടെ. ഞാൻ അങ്ങനെ തേടി നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു. ഇറച്ചി മീനൊന്നും വെക്കാറില്ല. അതൊരു ശീലമായി പോയി. ഇറച്ചി കഴിക്കുന്നത്, മീൻ കഴിക്കുന്നത് തെറ്റൊന്നും പറഞ്ഞ് ഞാൻ കഴിക്കുന്നതിന് തൊട്ടപ്പുറത്ത് നിന്ന് വേറെ ആൾ കഴിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിന് മണം അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോധക്ഷയമൊന്നും എനിക്ക് വരില്ല. പക്ഷെ ഞാനത് കഴിക്കാറില്ല എന്ന് മാത്രമൊരു ശീലമായി പോയി. അവിടെ ഞാൻ എവിടെ പോകുമ്പോഴും ഉടുപ്പി ഹോട്ടൽ ഞാൻ തേടി നടക്കാറുണ്ട്. തിരുവനന്തപുരത്ത് പോയാലും ബാംഗ്ലൂരിൽ പോയാലും ഉടുപ്പി ഹോട്ടൽ എവിടെയും തേടി നടക്കില്ല. ആരും ചോദിക്കൂടെ ഉടുപ്പി ഹോട്ടലുണ്ടെന്ന്. അപ്പോൾ ബീച്ചിൽ അവിടെ കയറാമല്ലോ. അവിടെ വെജിറ്റബിൾ ഫുഡ് മാത്രമല്ലേ ഉള്ളൂ. കാരണം ഞാൻ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. തൃശ്ശൂരിൽ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഞാൻ ഭാരത് ഹോട്ടലാണ് ഞാൻ തേടി നടക്കുക. വേറെ ഹോട്ടലുണ്ട്, ഇപ്പം എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് പേര് പറയാൻ പറ്റാത്തത്. ഭാരത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വെജിറ്റബിൾ അനുവദനീയമായ രീതിയിൽ, അപ്പോൾ ഹലാലായി എന്ന് പറയാം, ആ രീതിയിൽ ശുദ്ധമായിട്ട് അവരുണ്ടാക്കി കൊടുക്കുന്നതിന് വിശ്വസിച്ച് അവിടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പണ്ട് ഹലാൽ ബോർഡ് വെച്ചിരുന്നില്ല, ഇപ്പോഴത് വെച്ചു. കാരണം എന്താ? ഇപ്പം അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. കാരണം ആളുകളുടെ യാത്രാ കാര്യങ്ങൾ, അവരുടെ രാജ്യം ടു രാജ്യം വ്യാപനം കൂടി വന്നു കഴിഞ്ഞു. ആയതുകൊണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യം വന്നു. അതുകൊണ്ട് അവർ ഹലാൽ ബോർഡ് വെച്ചു. അത്രയേ ഉള്ളൂ, അതിന് വേറൊരു കാര്യമില്ല. ഇനി മറ്റൊന്ന്, ഹിന്ദുക്കളുടെ ഹോട്ടലിൽ അവരെന്താ ചെയ്യേണ്ടത്? അവരെന്താ ചെയ്യുന്നത്? ഈഴവന്മാരുടെ ഹോട്ടലാണെങ്കിൽ അവിടെ പോയി കാണാൻ പറ്റും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്ലസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്ലസ് മക്ക അല്ലെങ്കിൽ മദീനയുടെ ഫോട്ടോ അവിടെ കാണാൻ പറ്റും. ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വിളക്കുണ്ടായിരിക്കും, ഫോട്ടോ ഉണ്ടായിരിക്കും. അത് നായന്മാരുടെ ഹോട്ടലൊക്കെ ഉണ്ടായിരിക്കും. ഈഴവന്മാരുടെ വിളക്കുണ്ടായിരിക്കും. നിലവിളക്ക് അവിടെ തിരികെത്തിച്ച്, ചെറിയ നിലവിളക്ക് തിരികെത്തിച്ച് വിളിച്ച് ദൈവങ്ങളുടെ ഫോട്ടോസ് വെച്ച് ചന്ദനം മുഖ്യം വെച്ച് കട തുറക്കുമ്പോൾ ആരതിക്ക് നടത്തി ഈ ചന്ദനത്തിരിക്കും കാണിച്ച് ആ ഫോട്ടോമേക്കും മാലയിട്ട് അങ്ങനെയാണ് അവർ ചെയ്യുക. നിങ്ങളെല്ലാ ഹോട്ടലും പോയി നോക്കൂ. മുസ്ലിമിന് ഹലാൽ ബോർഡ് ഒരു സൂചനയാണ്, ഇത് മുസ്ലിമിൻ്റെ ആണെന്ന്. ഹിന്ദുവിന് ഈ വിളക്ക് പൂജയും സൂചനയാണ്. ദൈവങ്ങളുടെ ഫോട്ടോ മാലയുള്ളെങ്കിൽ അവർക്കൊരു സൂചനയാണ്. ഈ സ്ഥാപനങ്ങളിൽ അത് ഹിന്ദുവിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവിടെ വിളക്ക് പൂജ കാണില്ലേ കഴിഞ്ഞാൽ മുസ്ലിം കയറാതിരുന്നിട്ടില്ല. ഹലാൽ ബോർഡ് വെച്ചതിൻ്റെ പേരിൽ ഇറച്ചി വേണമെങ്കിൽ അവരുടെ അവിടെ കയറുള്ളൂ. വെജിറ്റബിൾ കഴിക്കാൻ ഉടുപ്പി ഹോട്ടലിൽ മുസ്ലിങ്ങൾ കയറും. പക്ഷെ ഇപ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വെജിറ്റബിൾ കഴിക്കാൻ ഒരുപാട് മുസ്ലിങ്ങൾ വരുന്നുണ്ട്. അവർ നോക്കും ഹലാൽ ബോർഡ് ഇല്ലല്ലോ എന്ന് വരെ നോക്കും. അവർ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ ഹലാൽ ബോർഡൊന്നും ആരും നോക്കാറില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഇന്ന് ആഹാര സമൃദ്ധിയുടെ പ്രശ്നമുണ്ട്. പണ്ട് ആഹാര ദൗർലഭ്യത്തിൻ്റെ പ്രശ്നമായിരുന്നു, ആഹാര ദാരിദ്ര്യമായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല ഡ്രസ്സ് ധരിച്ചു വരുന്ന, കീറാത്ത ഡ്രസ്സ് ധരിച്ചു വരുന്ന, അസുഖങ്ങളില്ലാത്ത കുട്ടികൾ 1, 2, 3, 4, 8, 10 ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കഷ്ടപ്പെട്ട് അങ്ങനെയായിരുന്നു. 50 കൊല്ലത്തെ ചരിത്രം പറയുന്നത്. ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവിടെ ഹാജർ വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരെ ഹാജർ വിളിക്കും. സുരേന്ദ്രൻ ഹാജർ, ബാലകൃഷ്ണൻ ഹാജർ, ചാത്തു, ശബ്ദമില്ല. അപ്പം അടുത്തുള്ള പയ്യൻ പറയും, ടീച്ചറെ ചാത്തു ചത്തു. ഓക്കെ, കഴിയും. അത്രയേ ഉള്ളൂ. ഇവിടെ അത്രയും വില കൊടുത്തിരുന്നു. 50 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് ദാരിദ്ര്യത്തിൻ്റെ പേരിലാണ് രോഗങ്ങൾ. അത് വളരെ പൂവറായിട്ടുള്ള ഡയറ്റ്, വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി വരും. അപ്പോഴാണ് റിക്കറ്റ് പോലുള്ള ചില രോഗങ്ങൾ വരിക. അയൺ ഡെഫിഷ്യൻസി വന്നാൽ അനീമിയ പോലത്തെ രോഗങ്ങൾ, ഇങ്ങനെ പലതരം രോഗങ്ങൾ വരും. വിറ്റാമിൻ സി സ്കാർവി എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, അത് വരും. ബെറി വൈറ്റമിൻ ഡിക്കും കുറവുകൊണ്ട് വരുന്ന രോഗങ്ങൾ അതൊക്കെ. ഇന്നിപ്പോൾ ആഹാര സമൃദ്ധിയാണ്, അതിൻ്റെ പേരിലെ രോഗങ്ങൾ, പ്രഷർ, കൊളസ്ട്രോള്, ഡയബറ്റീസ്. അവിടെ എന്തുണ്ടായി? വെജിറ്റബിൾ ഹോട്ടലിൽ ആൾക്കാർ വരുന്നുണ്ട്. നിലവിളക്ക് കത്തിച്ച് വെച്ച് ദൈവങ്ങളുടെ ചിത്രവും വെച്ച്, ശ്രീകൃഷ്ണ ചിത്രവും വെച്ച്, ശ്രീകൃഷ്ണ ഹോട്ടൽ, ശ്രീദേവി ഹോട്ടൽ, ശ്രീ രാധാകൃഷ്ണ ഹോട്ടൽ, അവിടെ മുസ്ലിംസ് വരുന്നുണ്ട്. ഉദാഹരണം പെരിന്തൽമണ്ണ എടുക്കാം. അവിടെ വെജിറ്റബിൾ ഹോട്ടൽ ഉണ്ടായിരുന്നില്ല പണ്ട്. ഇനി വെജിറ്റബിൾ ഹോട്ടൽ ഏകദേശം പറയാവുന്നത് അന്ന് അവിടെ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞൊരാളുടെ ഹോട്ടലായിരുന്നു. KSRTC തൊട്ട് ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു. മറ്റേ നോൺ വെജിറ്റേറിയൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവിടെ നിരക്ക പരക്ക വെജിറ്റബിൾ ഹോട്ടലാണ്.
ഞാൻ പലരും കളിയാക്കിയിട്ടുണ്ട് അവിടെ. അവിടെ ഒരു പഞ്ചകർമ്മ ഒരാളൊരു ഹാജിയാരാണ്. അപ്പം അദ്ദേഹം അവിടെ ആഹാരം കഴിക്കാൻ ഞങ്ങൾ പോയ സമയത്ത് പറഞ്ഞു, പുല്ലും വൈക്കലും തിന്നാൻ തുടങ്ങിയില്ലേ എന്ന് വെച്ച് കളിയാക്കിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താ ചെയ്യാന്നേ, കൊളസ്ട്രോളാ പ്രശ്നം, അതല്ലെങ്കിൽ പ്രഷറാണ്, ഇനിയിപ്പോൾ ഇതൊക്കെ രക്ഷയുള്ളൂ എന്ന്. അവരവിടെ കയറി ആഹാരം കഴിക്കുന്നു. അവരൊരിക്കലും പറഞ്ഞില്ല നിങ്ങൾ എന്തിനാ അവിടെ ഫോട്ടോ വെച്ചിട്ടുള്ളത്, ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അതിനിപ്പോൾ എന്താ, അവരുടെ കയറരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് മുസ്ലിങ്ങൾ വെജിറ്റബിൾ ഹോട്ടൽ പ്രിഫർ ചെയ്യാറുണ്ട് പലപ്പോഴും പല സാഹചര്യങ്ങളിലും. ഹിന്ദുക്കൾ നല്ല മാംസഭക്ഷണം കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, അവർ മുസ്ലിം ഹോട്ടലിലേക്ക് കയറുക. അങ്ങനെയാണത്. നല്ല ഹലുവ, കോഴിക്കോട് ഹലുവ. എന്താ തിരുവനന്തപുരത്തുകാരുടെ ഹലുവ ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ അതങ്ങനെയാണത്. ഹലുവ കഴിക്കണമെങ്കിൽ കോഴിക്കോട് ഹലുവ കഴിക്കണം എന്ന് പറയും. ബിരിയാണി കഴിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വെച്ച ബിരിയാണി കഴിക്കണം എന്ന് പറയും. അങ്ങനെയാണത്. ഈ സാമ്പാറിനെ കുറിച്ചിട്ട് ഒരിക്കൽ പറഞ്ഞൊരാളുണ്ട്. മുണ്ടക്കാട്ട് വീടോ മറ്റേ ഒരു ബ്രാഹ്മിൻസിൻ്റെ നമ്പൂരിമാരുടെ വീടാണ്. അപ്പോൾ അവരുടെ സംസാരിക്കുന്ന വീട്ടിൽ ഞാൻ പറഞ്ഞു, സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഹിന്ദുക്കൾക്കേ പറ്റുള്ളൂ. അപ്പം അത് പറഞ്ഞു, ഹിന്ദുക്കൾക്ക് എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, നായന്മാരുണ്ടാക്കണം സാമ്പാറെന്ന്. നായന്മാരുണ്ടാക്കി കുറച്ച് അതിനകത്ത് കട്ടുമ്പള ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷണ എന്ന് പറഞ്ഞ പോലെ കുറച്ചൊക്കെയും എരിവും പുളിയൊക്കെ ഉണ്ടാവും. നമ്പൂരിമാർ സാമ്പാറുണ്ടാക്കി അതിനകത്ത് ഉള്ളിയിടില്ല, അങ്ങനെ പല കാര്യങ്ങളും അവർക്കുണ്ട്. കണ്ടവാലും മുളകിടില്ല, ഉപ്പ് കുറച്ചേ ഇടുള്ളൂ. അപ്പം സാമ്പാർ ഒരു ചൊറുകളായിട്ട് പോകും. അപ്പം അങ്ങനെ ചില ട്രേഡുകളുണ്ട്. ട്രേഡ് മാർക്ക് എന്ന് പറയില്ലേ, നായരുടെ സാമ്പാർ, മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി, അതിനൊക്കെ അതിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കൾ അടക്കമുള്ള കുട്ടികൾ അവർ നല്ല മാംസഭക്ഷണം, നമുക്ക് ചിലവ് വേണ്ട എന്നും പറഞ്ഞിട്ട് അവർ പോകാൻ നല്ല മാംസഭക്ഷണം കഴിക്കാൻ മുസ്ലിങ്ങളുടെ കടയിലാണ് പോകുള്ളൂ. അപ്പോൾ ഒരു ഹലാലുണ്ടോ നോക്കും അവിടെ. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം, എന്താണ് പ്രശ്നം? മുസ്ലിങ്ങൾ വെജിറ്റബിൾ ഹോട്ടലിൽ പോകുന്നുണ്ട്, അവിടെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചു, അത് സൂചനയാണ്. ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പോകുന്നുണ്ട്, ഹലാൽ ബോർഡ് വെച്ച സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഹലാൽ ബോർഡ് വെക്കുന്നതോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോ വെക്കുന്നതോ അല്ല പ്രശ്നം. ഇവിടെ നിലവിളക്കും മാരുതിയും നടത്തി ആഹാരം കൊടുക്കുന്നതല്ല പ്രശ്നം. ഇതെല്ലാം പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ നുണ പറയുന്നതാണോ? പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. മുസ്ലിങ്ങൾ ഹലാൽ ബോർഡ് വെച്ച് ഇറച്ചിയും മീനും മറ്റു ഫുഡ്സും വിൽക്കുന്നു, അതിന് യാതൊരു പ്രത്യേകതയുമില്ല. എന്നാൽ കൗണ്ടറിൽ ഒരു അമ്പലം പോലെ ആക്കിയിട്ട് നിലവിളക്ക് എക്സെട്ര കാര്യങ്ങൾ വെച്ച്, നിലവിളക്ക് വെച്ച് മാലകളൊക്കെ ചാർത്തി, അവിടെ മറ്റേ ചോറ്റാനിക്കരമ്മയുടെ പ്രസാദം, ഗുരുവായൂരപ്പൻ്റെ പ്രസാദം, പൂക്കള്, ചന്ദനം, കളമ്പം എന്നൊക്കെ വെച്ച് ശ്രീകൃഷ്ണ എന്നും പേരിട്ട്, ശ്രീ രാധാകൃഷ്ണ എന്നും പേരിട്ട്, ശ്രീ കാളീശ്വരി ഹോട്ടൽ എന്നും പേരിട്ടിട്ട് അതിനകത്ത് പോത്തും പന്നിയും പാമ്പിനെയും വിൽക്കുന്ന കാര്യം, അതൊരു രണ്ടാം തരം കാര്യമല്ലേ വാസ്തവത്തിൽ? അത്തരം ഹോട്ടലിൽ മുസ്ലിങ്ങളും പോവില്ല, ഹിന്ദുവും പോവില്ല. അപ്പൊ അതാണ് സ്ഥിതി. നല്ല വെജിറ്റേറിയൻ കണാന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ അകത്ത് കാണുമ്പോൾ എന്താ, ദൈവം പറഞ്ഞ പോലെ അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കുക. പക്ഷെ അകത്ത് പന്നിയും പോത്തും അവിടെ വെട്ടി വളർത്തുകയാണ് ചെയ്യുന്നത്, പുഴുങ്ങി തരികയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഇത് സമ്പൂർണ്ണമായിട്ട് വെജിറ്റബിൾ ഷോപ്പാണെന്ന് എഴുതി വെക്കാൻ ഹിന്ദുക്കളോട് തയ്യാറുമില്ല. ബിസിനസ് കുറഞ്ഞു പോത്രേ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കൗണ്ടർ അമ്പലമാക്കിയാലും അകത്ത് പോത്തും പന്നിയാണ് വേവിച്ചുണ്ടാക്കുന്നത്. അതിനാൽ പൊതുവെ ഹിന്ദു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ധാരണ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ഹോട്ടൽ എന്നൊരു ധാരണയുണ്ട്. അന്നത്തെ ഹിന്ദു ഹോട്ടൽ നടത്തി കഴിഞ്ഞാൽ, പക്ഷേ ഇന്നത്തെ രീതിയിൽ ഹിന്ദു ഹോട്ടൽ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ, പരിപ്പോടെയും ചായയായിട്ട് നടത്തി കഴിഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല. ഇറച്ചി മീനും അത്യന്താപേക്ഷിതമാണ്. ഇറച്ചി മീനിന് അണവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് കേരളത്തിൽ ഇറച്ചി മീനിനാണ് വില കൂടുതൽ. ഗൾഫിൽ അങ്ങനെയല്ല, അവിടെ പച്ചക്കറിക്ക് വില കൂടുതൽ. അപ്പം അത് വാങ്ങുന്നവരാരാണ്? കയ്യിൽ പൈസയുള്ള ആൾക്കാർ, കൂടുതൽ ഭക്ഷണപ്രിയം കാണിക്കുന്ന ആൾക്കാർ. അതാരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയന്മാരും ഒപ്പം കയ്യിൽ പൈസയുള്ളവർ സത്യമാണ്. മാംസഭക്ഷണപ്രിയര് മുസ്ലിങ്ങളാണ്. അവരാണെങ്കിൽ ഹലാലാക്കിയ ഇറച്ചി വിഭവങ്ങളെ കഴിക്കൂ. അവരെല്ലാം പൈസയുള്ളൂ. അവർ 10 പേര് കൂടിയിട്ട് ആഹാരം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ 5000 രൂപ കൊടുത്തേ പോവുള്ളൂ. ഹിന്ദുക്കളുടെ അവിടെ ഇറച്ചി മീനും വെച്ച് കഴിഞ്ഞാൽ ഹലാലല്ലാത്തവരുടെ അവിടെ ഒന്നും കഴിക്കില്ല. അപ്പം അതാണ് പ്രശ്നം. അതിന് നോൺ വെജിറ്റേറിയൻ ജില്ലയിൽ സാധാരണ രീതിയിൽ മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യാനികൾ കയറാറില്ല. അവിടെ നോൺ വെജിറ്റേറിയൻ കയറുള്ളൂ. ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ്, ശുദ്ധമായ പശു നെയ്യ് എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ച് അവിടെ ആരും കയറില്ല. ഹിന്ദുക്കളും കയറില്ല. കാരണം ഹിന്ദുക്കൾ ചെറുപ്പം പിള്ളേർ എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഇവിടെ
ചെലവ് ചെയ്തോളട്ടോ. ഒരു കെട്ടതൂരം നടത്തിക്കൊള്ളെന്ന് പറഞ്ഞാൽ സാമ്പാർ കുടിക്കാനാണോ പോവുക? അപ്പം അവരും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹലാലായിട്ടുള്ള ഇതിനകത്ത് കയറുന്നത്. അവിടെ ചിലപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള ഹലാലാക്കിയ മാംസഭക്ഷണം കിട്ടും. ഏതായാലും ഒരു കാര്യം തിരിച്ചും മറിച്ചും എങ്ങനെ ചിന്തിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ബിസിനസിൻ്റെ കാര്യത്തിൽ ഹിന്ദു പുറകോട്ടാണ്. അയ്യപ്പന്മാർ വരുന്ന സമയത്ത് ആ സമയത്ത് മാത്രം വെജിറ്റബിൾ ഹോട്ടൽ അവർ വെജിറ്റബിൾ ഹോട്ടലേ കയറുള്ളൂ. സീസൺ നോക്കിയിട്ട് വെജിറ്റബിൾ ഹോട്ടലെന്നും നോൺ വെജിറ്റബിൾ ഹോട്ടലെന്നും ആക്കാൻ പറ്റില്ലല്ലോ. ഒന്നിനും വെജിറ്റബിൾ ഹോട്ടൽ അല്ലെങ്കിൽ നോൺ വെജിറ്റബിൾ ഹോട്ടൽ. പക്ഷേ വെജിറ്റബിൾ ഹോട്ടൽ മാത്രമായി കഴിഞ്ഞാൽ ബിസിനസ് ഉണ്ടാവില്ല. നോൺ വെജിറ്റബിൾ ഹോട്ടൽ ആയി കഴിഞ്ഞാൽ ഹലാൽ ബോർഡിൽ അത്യന്താപേക്ഷിതമാണെങ്കിൽ അവിടെ ആരും കയറില്ല. പിന്നെ മറ്റൊരു പ്രശ്നം കൂടി പറയാം. ഹലാൽ ഭക്ഷണം എന്നാൽ മാംസഭക്ഷണം ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. ഹലാലായിട്ടുള്ള സാമ്പാറോട് കിട്ടുന്ന ആരും എഴുതി വയ്ക്കാറില്ലല്ലോ. അപ്പോൾ ഹലാൽ ഭക്ഷണം, ഹലാൽ എന്നുള്ള ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറച്ചി മീനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് അവിടെ. അപ്പം നോ ഹലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഹലാൽ എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനും കിട്ടുന്ന സ്ഥലം. നോ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെജിറ്റബിൾ മാത്രമുള്ള സ്ഥലം. അങ്ങനെയല്ലേ ആൾക്കാർ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നവർ അവിടെ കയറുമ്പോൾ സ്ഥിതി എന്താണ്? അവിടെ വറുത്തതുണ്ട്, പൊരിച്ചതുണ്ട്, തിരിച്ച് കടിക്കുന്നതുണ്ട്, പാമ്പുണ്ട്, പന്നിയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ നോ ഹലാൽ ഹോട്ടലിൽ. അപ്പം നോ ഹലാൽ ഹോട്ടൽ ഉള്ള സ്ഥലങ്ങൾ വെജിറ്റബിൾ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഒന്നുകൂടി വ്യക്തമാക്കാം. വെജിറ്റബിൾ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കുറയും. പരിപ്പോടിയും കാപ്പിയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഹലാൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിമിൻ്റെ തന്നെ ആകുകയും ചെയ്യും. മുസ്ലിമിൻ്റെ ആൾക്കാർ അവിടെ കയറുള്ളൂ. കാരണം ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അവരാണ്, അവർക്കേ പറ്റൂ. ബിസ്മി കമ്പ്യൂട്ടറും ചൊല്ലാൻ പറ്റും, പക്ഷെ മനസ്സുകൊണ്ട് ചെല്ലുന്ന ആരാണ്? അതൊരു മുസ്ലിമിനെ പറ്റുള്ളൂ. ഖുർആൻ വചനങ്ങൾ അത് ചെല്ലാൻ മുസ്ലിമിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ ഹോട്ടൽ തന്നെയായിരിക്കും, മുസ്ലിങ്ങൾ തയ്യാറാക്കുന്നതായിരിക്കും. ആയതിനാൽ ഹിന്ദു കൗണ്ടറിൽ അമ്പലം വെച്ച് പോത്തും പന്നിയും വിളമ്പുന്നത് നിർത്തട്ടെ. ആദ്യം നോ ഹലാൽ എഴുതി വെക്കല്ല വേണ്ടത്. വലിയ അക്ഷരത്തിൽ വെജിറ്റബിൾ ഹോട്ടൽ എന്ന് എഴുതി വെക്കുക. ധൈര്യം എഴുതി വെക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, മുസ്ലിങ്ങൾ ബിസ്മി ചൊല്ലി ആഹാരം ഹലാലായിട്ട് വിളമ്പുന്നു, അതല്ലേ പ്രശ്നം. അതായത് പരമകാരുണ്യനായിട്ടുള്ള അള്ളാഹുവിന് സമർപ്പിച്ചത് അഥവാ നിവേദിച്ചത്, ഇതൊക്കെയാണ് എന്നെപ്പോലുള്ള ആൾക്കാർ അർത്ഥമായിട്ട് എടുക്കുന്നത്. അതിന് പകരം ഹിന്ദുക്കൾ ഒരു കാര്യം ചെയ്യട്ടെ, ബിസ്മി ചൊല്ലിയിട്ട് അള്ളാഹുവിന് സമർപ്പിച്ചത് എന്ന് പറയാതെ എന്നിട്ട് അത് ഞങ്ങൾ ബിസ്മി ചൊല്ലി അള്ളാഹുവിന് സമർപ്പിച്ചതെന്നും പറഞ്ഞ് ഞങ്ങൾ ഹിന്ദുക്കള് നൽകിയത് മുസ്ലിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിക്കാതെ ഇതെങ്ങനെ ചെയ്യുക? ഞങ്ങൾ ഗണപതിക്ക് സമർപ്പിച്ച പോത്ത്, ഗണപതിക്ക് സമർപ്പിച്ച പന്നി, ഓം ഗണാനാന്ത്വാ ഗണപതി ഹുംഹവാമഹേ കവിം കവീനാമു മമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്വദാന ശുണ്ണൂതി ചെയ്ത സാധനം എന്ന് പറഞ്ഞിട്ട് പോത്തിറച്ചി ഉണ്ടാക്കുക. എന്നിട്ട് ഞങ്ങൾ മറ്റേ രാമമന്ത്രം ചൊല്ലിയിട്ട്, കൃഷ്ണമന്ത്രം ചൊല്ലി, ഗണപതി മന്ത്രം ചൊല്ലി ഹലാലാക്കിയ, ശുദ്ധമാക്കിയ, അനുവദനീയമാക്കിയ പോത്തിറച്ചി, പന്നിയിറച്ചി ഞാനിവിടെ വിൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഇതെന്താ മുസ്ലിങ്ങൾ കഴിക്കാത്തതെന്ന് ചോദിക്കുക. അതല്ലേ ഹീറോയിസം വാസ്തവത്തിൽ? അതല്ലേ കൗണ്ടർ പ്രോഗ്രാം വാസ്തവത്തിൽ? അതല്ലേ കൗണ്ടർ ആക്ഷൻ വാസ്തവത്തിൽ? അതിന് നിങ്ങൾക്ക് കഴിയൂ? അതിന് പറ്റില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അമ്പലമൊക്കെ പണിത് വെച്ചോ, അതിനകത്ത് ഫോട്ടോസ് വെച്ചോ, മാലയിട്ട് വെച്ചോ, ആര് നടത്തിക്കോ. പക്ഷെ ഫുൾ വെജിറ്റബിൾ എന്നുള്ള ബോർഡ് വെച്ച് നിങ്ങൾ നോക്കണം. മുസ്ലിംസും ക്രിസ്ത്യാനികളും അവിടെ കയറും, ഹിന്ദുക്കൾ എല്ലാവരും അവിടെ കയറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ ഭാരത് ഹോട്ടൽ. ഒരുപാട് മുസ്ലിംസ് അവിടെ വരും, ഒരുപാട് ക്രിസ്ത്യൻസ് അവിടെ വരും. അവർക്ക് വെജിറ്റബിൾ ഫുഡ് കിട്ടണമെങ്കിൽ അവരവിടെ വരും. അങ്ങനെ വേറെ ഹോട്ടലുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നോ ഹലാൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റിവിറ്റിയാണ്. അതൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു ആണും പെണ്ണും കെട്ട ഒരു ഷണ്ടൻ പരിപാടിയാണ്, ഇമ്പോർട്ടൻ്റ് പരിപാടി. നോ ഹലാൽ ഇതൊരു കുരുട്ടു ബുദ്ധിയായി പോയി വാസ്തവത്തിൽ. അല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ചോട്ടെ, ഇവിടെ ഗണപതിക്ക്, ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗണപതിക്ക് നിവേദിച്ച് ശുദ്ധമാക്കിയ
മന്ത്രഭൂതമാക്കിയ പോത്തും പട്ടിയും പാമ്പും പന്നിയും ഉണ്ടെന്ന് എഴുതി വെക്കേ. ഇനി അതൊക്കെ പോട്ടെ, നോ ഹലാൽ കേരളമാകെ പടർന്ന് പന്തലിച്ച് വിടർന്ന് വികസിച്ച് എന്നൊക്കെ കരുതി കുറെ ആൾക്കാർ എഴുന്നിരുന്നു. ഹിന്ദുത്വവാദികൾ, അവർക്കിപ്പോൾ തലവെക്കാൻ പറ്റണ്ടായി. നോ ഹലാൽ ഹോട്ടലിൽ വന്നിട്ട് അവിടെയുള്ള സ്ത്രീയോടൊപ്പം ഇങ്ങനെ മുട്ടി മുട്ടി നിന്നിട്ട് ചില ഊളകൾ, സംഘപരിവാറിന്റെ ആളുകൾ, അവർ വലിയ രീതിയിലുള്ള ആഹ്വാനം മുഴക്കിയവർ. നമ്മൾ ഹിന്ദുക്കൾ, അവരാരാ പറയും നമ്മൾ ഹിന്ദുക്കൾ എന്ന്? ശങ്കരാചാര്യന്മാരോ? നമ്മൾ ഹിന്ദുക്കൾ, ഏറ്റവും കൂടുതൽ സന്യാസിയാണെങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാം. നമ്മൾ ഹിന്ദുക്കൾ, വാട്ട് ഹിന്ദുക്കൾ? നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയാനുള്ള അവകാശം അവർക്ക് എന്താ? ഹിന്ദുക്കളുടെ ആഹ്വാനം മുഴക്കാനുള്ള അവകാശം എന്താ? നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും ഇത് മാതൃകയാക്കണം, ഈ പെണ്ണിനെ മാതൃകയാക്കണം. കണ്ടല്ലോ, ആ രൂപം കണ്ടല്ലോ, അതിനെ മാതൃകയാക്കണം. നോ ഹലാൽ ബോർഡ് എല്ലായിടത്തും വെക്കണം, എല്ലാ ഹിന്ദു ഹോട്ടലിന്റെ മുമ്പിലും വെക്കണം. എന്നിട്ട് എന്താ ഉണ്ടായത്? വാസ്തവത്തിൽ നല്ലവരായിട്ടുള്ള ഭൂരിഭാഗം ഹിന്ദുക്കൾ, അവരെ ഉള്ളിവിടെ ഹിന്ദുക്കൾ നല്ലവരാ, നിഷ്കണ്ടകന്മാരല്ല, നിഷ്ഗുണന്മാരല്ല, നല്ലവരാണ് അവര്. ഏതൊരു മുസ്ലിമിനോട് ചോദിച്ചാലും പറയും ഹിന്ദുക്കൾ നല്ലവരാ. അവര് നല്ല ഹിന്ദുക്കൾ ഒരു കാര്യത്തിൽ അവരെ ഇടപെടാൻ പറ്റില്ല, അവരവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു, സാത്വികരാണ്. കെട്ടവരായിട്ട് കുറെ ഹിന്ദുത്വവാദികളുണ്ട്, അവരും ഈ വോട്ട് വെച്ചില്ല, അവര് പോലും ഈ വോട്ട് വെച്ചില്ല. ഹിന്ദുക്കളെ ആഹ്വാനം ചെയ്ത് ഹിന്ദുക്കളും വെച്ചില്ല. ഇനി ഇവരുടെ കൂട്ടാളികൾ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന സംഘപരിവാറിനും ഹോട്ടലുണ്ടല്ലോ, അവരും വെച്ചില്ല എന്നുള്ളതാണ് സത്യം. അവരെങ്കിലും വെക്കുമെന്ന് കരുതി. അവരും ഈ പരിപാടിക്ക് നിന്നില്ല. സ്വന്തം കാല് വെട്ടിമുറിച്ചതിന്റെ ചോര കുടിക്കാൻ അവർ നിന്നില്ല. സ്വന്തം കഴുത്തിൽ കയറിട്ടിട്ട് സ്വയം ഇങ്ങനെ കെട്ടിമുറുക്കുന്ന പരിപാടി അവരും തയ്യാറായില്ല. ഒരാൾ പോലും കേരളത്തില് ഇവരുടെ ഈ എരണം കെട്ട പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി മാതൃകയാക്കിയില്ല എന്നുള്ളതാണ് സത്യം. വലിയ ആഹ്വാനം മുഴക്കി. നമ്മൾ ഹിന്ദുക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര പുതിയ സാധനം കണ്ടെത്തിയതാ നോഹലാൽ. നോഹ ലാൽ ആണ് ഞാൻ മുമ്പ് പറഞ്ഞ മോഹൻ ലാൽ എന്തെങ്കിലും പറഞ്ഞ പോലെ നോഹ ലാൽ. അങ്ങനെ പുതിയ സൂത്രം കൊണ്ട് വെച്ചിരിക്കുക അത്രേ. ഹിന്ദുക്കളെ നന്നാക്കാൻ പോവുകയാണ്. ഇവിടെ ശങ്കരാചാര്യന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. 4 ശങ്കരാചാര്യന്മാരുണ്ട്. കാഞ്ചി കാമോടിയുടെ ഇപ്പം പീഠമടക്കം 5 ശങ്കരാചാര്യന്മാര്, ചിന്മയ മിഷൻ ഉണ്ട്, രാമകൃഷ്ണ മിഷൻ ഉണ്ട്, മാതാമൃതാനന്ദ മിഷൻ ഉണ്ട്, ഉത്തമന്മാരായിട്ടുള്ള സന്യാസിമാരുണ്ട്. അവർക്ക് പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ഈ നോഹ ലാൽ ബോർഡ് വെച്ച് ചെയ്യാൻ പോണത്. ഇവര് അതങ്ങോട്ട് വെച്ചാൽ ഹിന്ദുക്കൾ നന്നാവും അത്രേ. അല്ലെങ്കിൽ ഹിന്ദു പറഞ്ഞ സാധനം ഉണ്ടാവില്ല, പൊരി ഉണ്ടാവില്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഇത് ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കണ്ടാവും. ഹിന്ദുക്കളെ മുഴുവൻ തെറി പിടിക്കണ്ടാവും അവര്. ഞാൻ ഇത്രയും വലിയൊരു മാതൃക നിങ്ങൾക്ക് വെട്ടി തുറന്ന് കാണിച്ചല്ലോ. അവരുടെ നിൽക്കണ നിൽപ്പ് കണ്ടില്ലേ? അവരുടെ ആ മാതൃക അവർ കാണിച്ചത് കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ആ മാതൃകകൾ 2 ആ 2 ബോട്ട്, നോഹലാൽ ബോട്ട്, അത് കണ്ടല്ലോ. എന്നിട്ട് അത് മാതൃകയാക്കിയിട്ട് നിങ്ങളാരും എന്നെ അനുവർത്തിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ ഹിന്ദുക്കളോട് കരി വരുന്നുണ്ടാവും. വാസ്തവത്തിൽ ദേഷ്യം വരുന്നുണ്ടാവും. രസകരമായിട്ടുള്ള കാര്യമായി വാസ്തവത്തിൽ നോഹലാൽ ബോർഡ് വെച്ചിട്ട് ഒരാൾ പോലും കേരളത്തിൽ രണ്ടാമതായിട്ട് ബോർഡ് വെച്ചില്ല എന്നുള്ളതാണ്. അവരിന്ന് എരണം കെട്ടവരല്ല. അതുകൊണ്ട് അവർ ഈ എരണം കെട്ട പരിപാടി മാതൃകയാക്കി അവരെടുത്തില്ല. ഇത്രയേ പറയാനുള്ളത്. ഇത് താണ്ടാ കേരളം, ഇത് താണ്ടാ കേരളം, ഇത് താണ്ടാ മതേതരത്വ കേരളം. ഇവിടെ കൊണ്ട് ഈ പരിപ്പ് നിങ്ങൾ എത്ര വേവിച്ചാലും കാര്യമില്ല. കാലം കുറയായല്ലോ ഈ പരിപ്പ് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഉത്തരേന്ത്യൻ പരിപ്പ് വേവിക്കാൻ തുടങ്ങിയ കാലം കുറയായല്ലോ. ഇളക്കിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേവലുണ്ടായിട്ടില്ല. വിസിൽ 100 വിസിലടിച്ചിട്ട് പോലും തുറന്നു നോക്കുമ്പോൾ എന്താ പരിപ്പായിട്ട് കിടക്കേണ്ട ഇവിടെ. അതുകൊണ്ടാണ് പറഞ്ഞു ഇത് താണ്ടാ കേരളം, ഇത് താണ്ടാ നവോത്ഥാന കേരളം, ഇത് താണ്ടാ മാതൃകാ കേരളം. വെറുതെയല്ല പണ്ടൊരു കവി പാടിയത്. കേരളം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം. കേരളം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം എന്ന് പാടിയത് വെറുതെയല്ല. ഇപ്പൊ അഭിമാനപൂരിതമാകുന്നുണ്ട് അന്തരംഗം. ഇവര് നോഹലാൽ ബോർഡ് വെച്ച് അപ്പുറത്തൊരു 10 നോഹലാൽ ബോർഡ് വന്നു, പിറ്റേ ദിവസം 100 നോഹലാൽ ബോർഡ് വന്നു. പിറ്റേ ദിവസം കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം നോഹലാൽ ബോർഡുകൾ മാത്രം. അത് സംഗീത സ്വപ്നമായിരുന്നു, അത് നടന്നില്ല, അതൊരിക്കലും നടക്കില്ല. അതൊരു സ്വപ്നം കാണൽ മാത്രമേ ഉള്ളൂ, ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നം മാത്രമേ. ഇപ്പം ആ നോഹലാൽ ബോർഡും വെച്ച് അവരവിടെ ഇരിപ്പാണ്.
മോഹൻലാൽ ബോർഡും കാണിച്ച് അവരവിടെ ഇരിപ്പാണ്. അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഏത് കാണാൻ? അത് കാണാൻ വേണ്ടിയിട്ട്. അത് പലയിടത്തുനിന്ന് ആൾക്കാർ പോകും, ചെറുപ്പക്കാർ പ്രത്യേകിച്ചും പോകും. ഏത് കാണാൻ വേണ്ടിയിട്ട്? അത് കാണാൻ വേണ്ടിയിട്ട്. ഏത്? മോഹൻലാൽ ബോർഡ് കാണാൻ വേണ്ടിയിട്ടേ. അത് പലരും പോകും. അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ ഈ സ്റ്റോപ്പാകും. അത് അപ്പോഴും ഇവിടെ ഹലാൽ ബോട്ടുകൾ ഇവിടെ ഉണ്ടാകും. കാരണം എന്താണത്? അതൊരു സുപ്രഭാതത്തിലുണ്ടായ ഒരു കുരുട്ട് പരിപാടിയല്ല, അത് ഒരു കുനിഷ്ട് പരിപാടിയല്ല. അത് ആയതുകൊണ്ട് തന്നെ ഹലാൽ ബോട്ടുകൾ ഇവിടെ എന്നും ഉണ്ടായിരിക്കും. അത് വെക്കാനുള്ള അവകാശവും ഇവിടെയുണ്ട്. പക്ഷേ നോ ഹലാൽ എന്നൊരു പ്രോഗ്രാം ഇവിടെ ഇല്ല. അതിന് പകരം പറ്റുമെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി ഉയർന്ന് ചിന്തിക്കുക. ഈ ബോട്ട് വെച്ചവരുടെ പറയണത് ഉയർന്ന് ചിന്തിക്കുക. ആ ബോട്ട് എടുത്ത് കള. അത് ഹിന്ദുവിന് അപമാനമാണത്. നിങ്ങൾ എന്നിട്ട് അവിടെ എഴുതി വെക്കുക, വെജിറ്റബിൾ ആഹാരം കിട്ടുന്ന. അതിന് വേണ്ട, ഇവിടെ നോൺ വെജിറ്റബിൾ ആഹാരം കിട്ടുന്ന എഴുതി വെക്കുക. കാര്യം കഴിഞ്ഞില്ലേ? അതല്ലേ അന്തസ്, അതല്ലേ സത്യത്തിൽ ഹീറോയിസം. തെറ്റുകൾ ആർക്കും പറ്റാം. ആ തെറ്റുകൾ ശരികളാണ് വീണ്ടും വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വിക്രാസുകളാണ് ഏറ്റവും വലിയ തെറ്റുകളായിട്ട് വരിക. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ആസ് ഏർലിയസ്റ്റ് ആസ് പോസിബിൾ റിമൂവ്, ആ ബോർഡ് മാറ്റുക. അതാണ് ഹിന്ദുവിന് അഭിമാനം. ഇപ്പം നിങ്ങൾ കാണിച്ചത് ഹിന്ദുവിന് അപമാനമാണ് വാസ്തവത്തിൽ. അത് ആരും ഇത് അനുവർത്തിക്കാത്തത് കൊണ്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അതിനാരും കിട്ടില്ലെന്ന് മനസ്സിലായല്ലോ. ഇനിയും ഇത് അവിടെ വെച്ച് നിങ്ങൾ നാറി പുഴുത്ത് അവസ്ഥയിലേക്ക് എത്തണ്ട, എടുത്ത് മാറ്റും. അതാണ് നല്ലത്. നമസ്കാരം.